നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ നാട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ലോക്കൽ ബസ്, അതായത് KSRTCയുടെ ഒരു ഓർഡിനറി ബസ്സിന് ഒരു ദിവസം സഞ്ചരിക്കാൻ കഴിയുന്നത് ഏകദേശം 140 കിലോമീറ്ററാണ്. ഒരു ദിവസം സഞ്ചരിക്കാൻ കഴിയുന്ന പരമാവധി ദൂരം. ഒരു ട്രിപ്പിൽ ഒരു വൺ സൈഡ് സഞ്ചരിക്കാൻ കഴിയുന്ന പരമാവധി ദൂരം 40 മുതൽ 60 കിലോമീറ്റർ വരെയാണ് എന്ന് നമുക്കറിയാം. അതായത് ഒരു KSRTC ഓർഡിനറി ബസ്സിൻ്റെ കാര്യമാണ്. 150 മുകളിലേക്ക് അല്ലെങ്കിൽ 150 മുതൽ അങ്ങോട്ടേക്ക് മുകളിലേക്ക് കുറേ ദൂരം വരെ സഞ്ചരിക്കാൻ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾക്കും അതിന് മുകളിലേക്ക് 150 മുകളിലേക്കൊക്കെയുള്ള ദൂരം 150 വരെ ഈ പറയുന്ന 60 മുതൽ 150 വരെ കിലോമീറ്ററുകൾ സഞ്ചരിക്കുന്നത് ഫാസ്റ്റ് പാസഞ്ചർ. 150 കിലോമീറ്ററിന് മുകളിൽ ഒരു ട്രിപ്പിൽ യാത്ര ചെയ്യാൻ പോകുന്നതും സൂപ്പർ ഫാസ്റ്റ് തുടങ്ങിയ വലിയ ബസ്സുകളിലേക്ക് പോകും. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ഒരു ദിവസം ഇതിന് സഞ്ചരിക്കാൻ കഴിയുന്നത് 150 വരെ കിലോമീറ്റർ ദൂരമാണ് ഒരു ദിവസം. അതൊരു ഓർഡിനറി ബസ്സിന് ഒരു ട്രിപ്പിൽ ഏകദേശം 40 മുതൽ 60 വരെ കിലോമീറ്റർ വൺ സൈഡ് ഒരു ബസ് ഓടും, ഒരു ഓർഡിനറി ബസ് ഓടും. ഈ ബസ് ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു ട്രിപ്പിൽ ഒരു 40 മുതൽ 60 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരെ സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം 1.5 മുതൽ 2-2.5 മണിക്കൂർ വരെ സമയദൈർഘ്യവും ഒരു ഓർഡിനറി ബസ് എടുക്കുന്നത് സ്വാഭാവികമാണ്. കാരണം സ്റ്റോപ്പുകളുടെ എണ്ണം കൂടുതലാണ്. ഓരോ 200 മീറ്ററും 300 മീറ്ററും അല്ലെങ്കിൽ ഒരു അത്രയും അനുസരിച്ചിട്ട് KSRTC ബസ്സുകൾക്ക് ഒരു സ്റ്റോപ്പേജ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കടന്ന് എല്ലാ സ്റ്റോപ്പിലും നിർത്തി ആളിനെ കയറ്റി ഇറക്കിയൊക്കെ ഒരു KSRTC ബസ് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ഈ 60 കിലോമീറ്റർ പൂർത്തിയാകുമ്പോൾ ഏകദേശം 2 മണിക്കൂറിന് മുകളിൽ സമയമെടുക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കുറച്ചുകൂടെ KSRTC ഓർഡിനറി ബസ്സുകളെ പലരും ആശ്രയിക്കുന്നത് ഒരു 10 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം അത്രയും സമയമൊന്നും നമുക്ക് സ്പെൻഡ് ചെയ്യാനില്ല. അതായത് നമ്മളൊരു ഒരു സ്ഥലത്തു നിന്ന് നമ്മൾ കയറിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് ഒരു 60 കിലോമീറ്റർ വരെ നമ്മളൊരു ലോക്കൽ ബസ്സിൽ നമ്മൾ അങ്ങനെ യാത്ര ചെയ്യാറില്ല. കൂടി വന്നൊരു 10-15 കിലോമീറ്റർ ദൂരം വരെയൊക്കെ മാക്സിമം. കാര്യം അപ്പോൾ തന്നെ ഏകദേശം ഒരു 15 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ തന്നെ ഏകദേശം അരമണിക്കൂറിന് മുകളിൽ നമ്മൾ ആ ബസ്സിൽ ചെലവഴിച്ച് കഴിയും. അത്രയൊന്നും ഇരുന്ന് മുഷിയാനുള്ള ഒരു മാനസികാവസ്ഥയൊന്നും നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് KSRTC ഓർഡിനറി ബസ്സുകളെ നമ്മൾ ഹ്രസ്വദൂര യാത്രകൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പരമാവധി നമ്മൾക്ക് ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും ഒരു ഓർഡിനറി ബസ്സിൽ നിന്നും 25 രൂപ വരെ മാത്രമാണ് നമ്മൾ മുടക്കുന്ന തുക. പരമാവധി 25 രൂപയായിരിക്കും ആ ഒരു ടിക്കറ്റ് ചാർജിന് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നതിന്. ഇത്രയും പറഞ്ഞത് ഓർഡിനറി ബസ്സുകളെക്കുറിച്ചും അതിൻ്റെ യാത്രകളെക്കുറിച്ചും അത് യാത്ര ചെയ്യാനെടുക്കുന്ന സമയത്തെക്കുറിച്ചുമൊക്കെ നമുക്ക് ഒരു ബോധ്യമുണ്ടാക്കി തരിക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു ലക്ഷ്യം. ഇനി എന്തുകൊണ്ടാണിത് പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ ഇന്ദിരാ ഗ്യാരണ്ടി എന്നുള്ള പേരിൽ സംസ്ഥാനത്ത് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു വലിയ പ്രകടന പത്രിക തയ്യാറാക്കിയവരാണ് ഇപ്പോൾ മന്ത്രിസഭയിലുള്ളത്, മന്ത്രിയായിമാരായിരിക്കുന്നത്. അത് ഈ പറയുന്ന VD സതീശൻ എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, അന്ന് പ്രതിപക്ഷ നേതാവാണ്, തെരഞ്ഞെടുപ്പിൽ അവരുടെ UDFൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹം വീട്ടിൽ ചെന്നിട്ട് ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുകയും ഇന്ദിരാ ഗ്യാരണ്ടിയെ അവർക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേറ്റവും പ്രധാനമായി ആ വീട്ടിലെ സ്ത്രീകളോട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, നമുക്ക് ഇനി മുതൽ ഞങ്ങൾ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യ ക്യാബിനറ്റിൽ തന്നെ ഒരു തീരുമാനമുണ്ടാകും. ആ തീരുമാനം നമ്മുടെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. നിലവിൽ ഈ പറയുന്ന UDF തന്നെ പുറത്തേക്കിറക്കിയ അല്ലെങ്കിൽ നിലവിൽ ഈ മുഖ്യമന്ത്രി തന്നെ പുറത്തേക്കിറക്കിയ ധവളപത്രം അനുസരിച്ച് ഏകദേശം 1300-ലധികം കോടി രൂപയുടെ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ KSRTC എന്ന് പറയുന്ന സംഭവം. അപ്പം ഈ ഇത്രയും കോടിക്കണക്കിന് രൂപ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സഞ്ചിത നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനം അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽപ്പെട്ട ഒരു സേവനം ജനങ്ങൾക്ക് സൗജന്യമായി നൽകണമെങ്കിൽ ഈ നഷ്ടം കൂടി സർക്കാർ ഏറ്റെടുത്ത് വഹിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഈ പറയുന്ന 1300 സംതിങ് കോടി രൂപയുടെ നഷ്ടമുണ്ടായത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നല്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ഇത് കാലാകാലങ്ങളായി അതിന് മുൻപുണ്ടായിരുന്ന ഒരു 5 വർഷക്കാലം ആര്യാടൻ മുഹമ്മദ് തന്നെ പറഞ്ഞത് KSRTC എന്ന് പറയുന്ന സംഭവം ഏറെക്കുറെ മരണത്തിൻ്റെ വക്കിലാണ്, ഉടനെ തീരും. ഇത് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ ഒരു ചെറിയ മാറ്റമുണ്ടായി. KSRTC എന്ന് പറയുന്ന ഒരു സംവിധാനം പതിയെ ചലിച്ചു തുടങ്ങിയ സാഹചര്യമാണ് ഈ പറയുന്ന ഇടതു സർക്കാരിൻ്റെ കാലഘട്ടം. അവിടെയാണ് അതിനും കഴിഞ്ഞിട്ട് ഇപ്പോൾ ധവളപത്രം ഇറക്കിയപ്പോഴാണ് ഏകദേശം 1300-ലധികം കോടി രൂപയുടെ നഷ്ടം KSRTCക്ക് ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു ധവളപത്രം പുറത്തേക്ക് വരുന്നത്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഈ ഇത്രയും കോടി രൂപ നഷ്ടത്തിലോടുന്ന ഒരു സ്ഥാപനത്തിൽ കേരളത്തിലെ ഏകദേശം 50% വരുന്ന സ്ത്രീ യാത്രക്കാർക്ക് എങ്ങനെയാണ് ഏകദേശം 90, ഇപ്പോൾ ഓർഡിനറി മാത്രമാണെങ്കിൽ 90 കോടി, പ്രതിമാസം 90 കോടിയോളം രൂപ അങ്ങോട്ട് KSRTCക്ക് കൊടുത്തുകൊണ്ട് നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതായത് ഈ ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാകില്ല.
ഈ ഓർഡിനറി ബസ്സിലേക്ക്, അതായത് ആദ്യം ഈ പറയുന്ന നമുക്ക് ഈ വി ഡി സതീശൻ കൊടുത്ത ഒരു കാര്യം നോക്കാം. അപ്പോൾ വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് ആദ്യ ക്യാബിനറ്റിൽ തീരുമാനം ഉണ്ടാകുന്നു KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. അപ്പോൾ കണക്ക് പ്രകാരം 50% മുതൽ 70% വരെ സ്ത്രീകളാണ് KSRTC ബസ്സുകളിൽ യാത്ര ചെയ്യുന്നത്. അന്നേരം പറഞ്ഞത് അവർക്ക് ടൂറ് പോകാൻ കഴിയും, തീർത്ഥാടന യാത്രയ്ക്ക് പോകാൻ കഴിയും, അതോടൊപ്പം വേറെ ഏതെങ്കിലും തരത്തിലുള്ള വിനോദസഞ്ചാര മേഖലകളിലേക്ക് പോകാൻ സാധിക്കും. അവർക്ക് എങ്ങനെ വേണമെങ്കിലും ഒരു KSRTC ബസ്സിൽ യാത്ര ചെയ്യാൻ സാധിക്കുമെന്നാണ് അന്ന് ജനങ്ങളോടായി വി ഡി സതീശൻ പറഞ്ഞത്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറഞ്ഞത്. സ്വാഭാവികമായും വി ഡി സതീശനെ കുറിച്ച് ആകെ എല്ലാവർക്കും കേട്ടിട്ടുള്ള ഒരു പരിചയം അദ്ദേഹം അല്പസ്വല്പം നുണ പറയും എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ആ ഗണത്തിൽ നമുക്ക് പെടുത്തി തൽക്കാലം മാറ്റി നിർത്താമെങ്കിൽ തന്നെയും ചില ആളുകളെങ്കിലും ഈ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള നുണകൾ വിശ്വസിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഉള്ളത് തെളിവ് തന്നെയാണ്. അതിനുശേഷം അദ്ദേഹം നേടിയ വിജയവും UDF നേടിയ വിജയവും ഒക്കെ നമ്മൾ അതിൻ്റെ പിൻബലത്തിൽ വേണം പരിശോധിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഈ സ്ത്രീകളോട് പറഞ്ഞ എന്താ, നിങ്ങൾക്ക് തീർത്ഥാടനത്തിന് പോകാം, ടൂറ് പോകാൻ സാധിക്കും, നിങ്ങൾക്ക് എവിടെ വേണേലും പോകാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? KSRTC ഓർഡിനറി ബസ്സിൽ മാത്രമല്ല, പകരം സൂപ്പർ ഫാസ്റ്റ്, മിന്നൽ, അതോടൊപ്പം തന്നെ ഇവിടുത്തെ സ്ലീപ്പർ, സെമി സ്ലീപ്പർ ബസ്സുകളിലൊക്കെ ഈ പറയുന്ന സ്ത്രീകൾക്ക് സൗജന്യം അനുവദിക്കുമെന്ന് തന്നെ ആയിരുന്നല്ലോ അതിൻ്റെ അർത്ഥം. ഇനി അല്ല എന്ന് പറയുന്നവരോട് പിന്നെ എന്തിനാണ് സ്ത്രീകളോട് അങ്ങനെ തെറ്റിദ്ധാരണാജനകമായ രീതിയിൽ സംസാരിച്ചത് എന്നുള്ളതിൻ്റെ മറുപടി പറയേണ്ടി വരും. അത് തെറ്റിദ്ധാരണാജനകമാണ് സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര എന്ന് പറയുന്നത്. ഇനി വി ഡി സതീശനെ മാറ്റി നിർത്താം. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ പാലക്കാട് സ്ഥാനാർത്ഥിയോടൊപ്പം KSRTC ബസ്സിൽ യാത്ര ചെയ്ത ഒരു വ്യക്തി ഉണ്ടായിരുന്നു. കേരളത്തിൽ മുഖ്യമന്ത്രിയാകണമെന്ന അമിതമായ മോഹത്തോടു കൂടി പ്രവർത്തിച്ച ഒരാൾ. ആ ആളിൻ്റെ പേര് KC വേണുഗോപാൽ എന്നാണ്. ആ KC വേണുഗോപാലും ഈ പറയുന്ന രമേശ് പിഷാരടിയും കൂടി പാലക്കാട് നിന്ന് തൃശ്ശൂരേക്കുള്ള ഒരു ബസ്സിനുള്ളിൽ കയറുകയും ആ ബസ്സിനുള്ളിൽ നിന്നുകൊണ്ട് സാധാരണ സ്ത്രീകളോട് പറയുകയും ചെയ്തു, നിങ്ങൾക്ക് അടുത്ത മാസം 15 മുതൽ നിങ്ങൾക്ക് സൗജന്യ ബസ് യാത്രയായിരിക്കുമെന്ന് പറയുകയുണ്ടായി. പാലക്കാട് മുതൽ തൃശ്ശൂർ വരെയുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 50 മുതൽ 60 കിലോമീറ്റർ അല്ല. അവിടെ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ആ ഓടിക്കഴിഞ്ഞിട്ട് ടൗൺ ടു ടൗൺ ബസ്സുകൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അപ്പോൾ അങ്ങനെയുള്ള ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളാണ് പാലക്കാട് തൃശ്ശൂർ റൂട്ടിൽ നടക്കുന്നത്. ഏകദേശം പാലക്കാട് മുതൽ അല്ലെങ്കിൽ അവർ യാത്ര ചെയ്യുന്ന ഡിസ്റ്റൻസ് മുതൽ ഏകദേശം ഒരാൾക്ക് 100 രൂപയിൽ കൂടുതൽ ടിക്കറ്റ് ചാർജ് ആകുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പ്രതിദിനം അവരിൽ ഒരാളെ അവരെ സംബന്ധിച്ചിടത്തോളം 100 രൂപ ചിലവാകുമ്പോൾ ഒരു ദിവസത്തെ അവരുടെ ട്രാവലിങ്ങിന് വേണ്ടി അവർക്ക് 200 രൂപയ്ക്ക് മുകളിൽ ചിലവാകുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ അവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച് നൽകുമോ എന്നുള്ളത് ഇപ്പോൾ ഒരു ചോദ്യമല്ലേ? അവരോടും ഈ KC വേണുഗോപാൽ എന്ന് പറയുന്ന ആൾ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് പണം കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. അത് തെറ്റിദ്ധാരണാജനകമായിരുന്നില്ലേ? അപ്പോൾ ജനങ്ങളെ മുഴുവൻ പൊട്ടന്മാരാക്കി അല്ലെങ്കിൽ സ്ത്രീകളെ മുഴുവൻ ബുദ്ധിയില്ലാത്തവരാക്കി മാറ്റിക്കൊണ്ട് ഇത്തരത്തിൽ ഞങ്ങൾ എന്തോ ഇവിടെ വലിയ കാര്യം സാധിക്കാൻ പോകുന്നു എന്ന് പറയുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ കാര്യങ്ങൾ അതിൻ്റെ ഒരു എന്താ പറയുക അടുത്തേക്ക് വരുമ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ ബോധ്യപ്പെടുന്നത് സത്യത്തിൽ ഇതൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല, മറിച്ച് ഇവിടെ ഓർഡിനറി ബസ്സുകളിൽ മാത്രം, അതായത് അവർക്ക് 25 രൂപ വരെ മാത്രമേ അല്ലെങ്കിൽ 50 രൂപ വരെ മാത്രമേ അവരുടെ ഒരു ദിവസത്തെ യാത്രയ്ക്ക് അവർക്ക് ലാഭിക്കാൻ കഴിയൂ എന്നുള്ളതാണ് വാസ്തവം. അല്ലാതെ 100 രൂപയോ 200 രൂപയോ, ഇനി അതല്ല അവർക്ക് തൃശ്ശൂരിൽ നിന്നോ പാലക്കാട് നിന്നോ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾക്ക് ഗുരുവായൂരിലേക്ക് പോകണം, അല്ലാന്നുണ്ടെങ്കിൽ ഒരാൾക്ക് വേറെ ഏതെങ്കിലും ഒരു ക്ഷേത്രങ്ങളിലേക്ക് പോകണം, അല്ലെങ്കിൽ നമ്മുടെ അർത്തുങ്കൽ പള്ളിയിലേക്ക് പോകണം, അങ്ങനെ വേളാങ്കണ്ണിയിലേക്ക് പോകണം എന്നൊക്കെ ഒരു ആഗ്രഹം പലർക്കും ഉണ്ടാകും. സ്ത്രീകൾക്ക് അവർക്കൊക്കെ എങ്ങനെയെങ്കിലും ഈ പറയുന്ന പോലെ ഈ സൗജന്യ ബസ് യാത്രയിൽ പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാവും. പക്ഷെ അതൊന്നും നടപ്പിലാവില്ല എന്നുള്ളതാണ്. പരമാവധി ഒരു സ്ത്രീ യാത്രികയ്ക്ക് ഒരു ദിവസം ലാഭിക്കാൻ കഴിയുന്ന തുക പരമാവധി 50 രൂപയാവാനാണ് സാധ്യത. കാരണം സിറ്റി ബസ്സുകൾ, ലോക്കൽ ഓർഡിനറി ബസ്സുകൾ തുടങ്ങിയവയിൽ മാത്രമായിരിക്കും ഈ ഒരു സൗജന്യം ലഭിക്കുക. പിന്നീട് വി ഡി സതീശൻ പറയുന്നത് പതുക്കെ ക്രമേണ ഘട്ടം ഘട്ടമായി ഞങ്ങൾ ഇത് മാറ്റും എന്നുള്ള തരത്തിലുള്ള ഒരു പുതിയൊരു തീരുമാനമൊക്കെ വരാൻ പോവുകയാണ്. അതായത് ഇന്ന് ഞങ്ങൾ ഓർഡിനറിക്കകത്താണെങ്കിൽ നാളെ ഞങ്ങളത് ഫാസ്റ്റ് പാസഞ്ചറിലേക്ക് മാറ്റും, അടുത്ത മറ്റന്നാൾ ഞങ്ങളത് സൂപ്പർ ഫാസ്റ്റിലേക്ക് മാറ്റും, അത് കഴിഞ്ഞ് ഞങ്ങൾ അതിലേക്ക് എയർ ബസ്സുകളിലേക്ക്, ഡീലക്സ് ബസ്സുകളിലേക്കും കൂടി ഇത് വ്യാപിപ്പിക്കും. അപ്പോഴത്തേക്ക് ഏറെക്കുറെ 5 വർഷത്തിലേക്ക് എത്തും. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു
സാഹചര്യത്തിൽ KSRTCയുടെ 1300 ചില്ലുവാനം കോടി എന്ന് പറയുന്ന നഷ്ടം വീണ്ടും വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്ന നിലയിലേക്ക് പോകും. അതല്ലെങ്കിൽ ഇനി ഈ പറയുന്ന പോലെ സ്വകാര്യവൽക്കരണത്തിലേക്ക് KSRTCയെ കൂടി തള്ളിവിടേണ്ടി വരും. അങ്ങനെ തള്ളിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ പാവപ്പെട്ട സ്ത്രീകൾ ഒരു 50 രൂപ ഡെയിലി ലാഭിച്ചുകൊണ്ടിരിക്കുന്നത്, ഏകദേശം അവർക്ക് 1500 രൂപ വരെയൊക്കെ ഒരു മാസം അവർക്ക് ലാഭം കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. നമ്മളൊക്കെ കരുതിയിരുന്ന പോലെ അവരുടെ വരുമാനത്തിൽ നിന്ന് ഭീമമായ ഒരു തുക അവർക്ക് ലാഭം പിടിക്കാൻ കഴിയും ഈ ബസ് യാത്ര സൗജന്യമാക്കി കഴിയുമ്പോൾ എന്നൊക്കെ തോന്നും. പിന്നെ തന്നെയുമല്ല, ഇനി എല്ലാ ഈ പറയുന്ന പോലെ ഒരു 30 കിലോമീറ്റർ കഴിയുമ്പോഴും അവർ അടുത്ത പിന്നെ ഈ പറയുന്ന പോലെ ഒരു ബസ്സുകളെ ആശ്രയിക്കാൻ, ഓർഡിനറി ബസ്സുകളെ ആശ്രയിച്ച് കഴിഞ്ഞാൽ അവർക്ക് രാവിലെ ഒന്നും ഓഫീസിലെത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഒന്നും ഉണ്ടാകില്ല. ഓഫീസിലോ വീട്ടു ജോലിക്കോ ഒക്കെ പോകുന്നവർക്കാണല്ലോ ഇത് ആവശ്യം. അപ്പോൾ അവർക്കൊന്നും കൃത്യസമയം പാലിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ ആ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മന്ത്രിസഭ വാഗ്ദാനം നടത്തിയിരിക്കുന്ന ജൻസികളോട് പറഞ്ഞിരിക്കുന്ന മോഡിഫിക്കേഷൻ്റെ കാര്യവും തീരുമാനമായി. വനിതകളോട് പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ അവരുടെ സൗജന്യ യാത്രയുടെ കാര്യത്തിലും ഏറെക്കുറെ തീരുമാനമായി. പിന്നെ തന്നെയല്ല, വേറൊരു കാര്യം കൂടി പറയാനുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. കഴിഞ്ഞ സർക്കാർ ഇവിടെ കൊണ്ടുവന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ ഉണ്ടല്ലോ, അതായത് 35 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള വനിതകൾക്കായി, വീട്ടമ്മമാർക്കായിട്ട് 1000 രൂപ പെൻഷൻ, അത് ഇതുവരെ കൊടുത്തു തുടങ്ങിയിട്ടില്ല കേട്ടോ. അത് പലർക്കും കിട്ടാനുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളും റിപ്പോർട്ടുകളും പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ സ്ത്രീകളെയും ജൻസിയെയും മാന്യമായി തേച്ചൊട്ടിച്ച ഒരു സർക്കാരായി ഇപ്പോൾ നിലവിലുള്ള സർക്കാർ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.